ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇന്നൊരു ചെറിയ പർച്ചേസിങ്ങിന് പോവുകയാണ്. എപ്പോഴും ഞാനിങ്ങനെയാണ് കേട്ടോ ഡോറേനെ വണ്ടിയിലിരുത്തി കൊണ്ടുപോകുന്നത്. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലായിരിക്കും എപ്പോഴും ഡോറ ഇരിക്കുന്നത്. എനിക്കും അതാണ് സേഫ്, ഡോറയ്ക്കും അത് സേഫ്. നമുക്കിപ്പം എന്തെങ്കിലും ഒന്ന് വളവും തിരിവൊക്കെ വരുമ്പം ഒന്ന് സേഫായിട്ട് ഇരുത്താൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം തുപ്പാശ്ശേരിയിലാണ്. ഞങ്ങൾ ഡോറയ്ക്ക് വേണ്ടിയിട്ടുള്ള സാരി നോക്കിക്കൊണ്ടിരിക്കുക. ഡോറ അങ്ങനെ സാരി ഒന്നും എടുക്കാറില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഗബ്രൂട്ടൻ്റെ ബർത്ത്ഡേ വരുവാണ്. അപ്പോൾ ആ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ ഡോറയ്ക്കാണെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ഗൗണും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെയല്ലേ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ ഡോറയ്ക്ക് സാരി ഉടുപ്പിക്കാൻ വിചാരിച്ചു. ആ സാരിയാണ് ഞങ്ങളിത് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത സാരി. വളരെ സിമ്പിളാണ്, വലിയ ആർഭാടമായിട്ടുള്ള അങ്ങനെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഡോറയ്ക്ക് ചേരുന്ന രീതിയിലുള്ളൊരു കളർ ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ സാരിയുടെ മുന്താണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാണ്, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഡോറയെ അമ്മ വിളിച്ച് ഡോറ അമ്മയെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് ചെറിയ സെൽഫി എടുക്കുന്നു. നേരെ അവിടെ നിന്ന് ഞങ്ങൾ വന്നത് ബേബി മാളിലേക്കാണ്. ബേബി മാളിൽ നമ്മൾ ഗബ്രൂട്ടിനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി ഒരു പാർട്ടി വെയർ ഡ്രസ്സ് നോക്കാൻ കയറിയതാണ്. അപ്പോൾ ആ ഡ്രസ്സ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഡ്രസ്സ് അവർ കാണിച്ചു കേട്ടോ, അവരെ കയ്യിലുള്ള എല്ലാ കളക്ഷനും കാണിച്ചു. പക്ഷേ ഞാൻ എൻ്റെ മൈൻഡിൽ ഉദ്ദേശിച്ചിരുന്ന ഒരു ഡിസൈൻ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബേബി മാളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഏറെക്കുറെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഈ ഒരു കളറായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ പാർട്ടി വെയർ ആയിട്ട് നമ്മുടെ ഗബ്രൂട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, അന്നേരം അന്ന് അവനെ സ്പെഷ്യലാക്കി നമുക്ക് ഒരുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾ എടുത്തില്ല. പക്ഷേ കാണാനൊക്കെ ഭംഗിയുണ്ട്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ബേബി മോളിൽ. പക്ഷെ നമുക്കെന്തോ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല. നേരെ അവിടെ നിന്ന് താഴെ വന്ന് ഗബ്രൂട്ടന് ഷൂസ് മേടിച്ചത് ഞങ്ങൾ ബേബി മാളിൽ നിന്ന് തന്നെയാണ്. കുട്ടികൾക്കുള്ള ചെരുപ്പിനുള്ള കളക്ഷനൊക്കെ നല്ല രീതിയിൽ ബേബി മാളിലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ബേബി മാൾ. പിന്നെ നമ്മൾ ഗബ്രൂട്ടന് വീട്ടിലിരുന്ന് കുറച്ച് നിക്കറുകൾ മേടിച്ചിട്ടുണ്ട്. അത് നല്ല പ്യുവർ കോട്ടനും ബനിയൻ കോട്ടൺ അതുപോലെ തന്നെ പോളിസ്റ്റർ എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഉണ്ട്. ഇതൊക്കെ അവിടുത്തെ കളക്ഷൻ കേട്ടോ, നല്ല കളക്ഷനാണ് ബേബി മാളിൽ. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാൻ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മേടിക്കാതെ വന്ന് പേടി മാറുക. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ വെറ്റ്സ് ഇന്ത്യയിലേക്കാണ്. വെറ്റ്സ് ഇന്ത്യയിൽ നല്ല കളക്ഷൻ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെറ്റ്സ് ഇന്ത്യയിലും വന്നേക്കാണ്. ഗബ്രൂട്ടിന് ഡ്രസ്സ് കിട്ടാതായപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മോനാണെങ്കിൽ ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുത്തത് ബർത്ത്ഡേയുടെ തലേന്നായിരുന്നു. ഇതുപോലെ കുറേ കടകൾ നമ്മൾ കയറി ഇറങ്ങിയതിന് ശേഷം അന്ന് മോനിട്ട ബർത്ത്ഡേ ഡ്രസ്സ് അന്ന് കിട്ടിയത്. അപ്പോൾ അതുപോലെ അങ്ങനെ ആകണ്ട, ഇപ്പോഴേ അന്നേരം ടെൻഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഡ്രസ്സ് എവിടെയും കിട്ടിയില്ല. പാർട്ടി വെയർ ഡ്രസ്സ് ആയിരിക്കണം, എന്നാൽ ഹെവി ആയിട്ട് പാർട്ടി വെയർ ആണെന്ന് തോന്നരുത്. എന്നാൽ നോർമലി കാണുമ്പോൾ ഒരു പാർട്ടി വെയർ പോലെ തോന്നിയും വേണം. ഇത്തരത്തിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ പ്രതീക്ഷിച്ച ഡ്രസ്സ് എവിടെയും കിട്ടിയില്ല. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. എങ്ങും ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് ഇല്ലായിരുന്നു. മോനുള്ള ഡ്രസ്സ് അങ്ങനെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ആൾ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുക. നമ്മളെടുത്തത് കാണിച്ച് എടുത്തതല്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊന്നും വലുതാണ്. രണ്ടാമത് കളറ് എനിക്ക് ഈ ഒരു കളർ വേണം. പിന്നെ എടുത്തത് ഏതായിരുന്നു? അതൊക്കെ വലുതാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല. അതൊക്കെ ഭയങ്കര വലുതാണ്. പിന്നെ റേറ്റും കൂടുതലുണ്ട്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ആ ചേട്ടൻ പിന്നെ ഇവിടെ നിന്നൊക്കെയോ പോയി എടുത്തുകൊണ്ട് പിന്നെയും കുറേ ബോക്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ഇത്രയും എടുത്തിട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് ഒന്നെങ്കിൽ സൈസ് അല്ലെങ്കിൽ റേറ്റ് പിന്നെ കളറ് എല്ലാം ഇതാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഗബ്രൂട്ടൻ ഡ്രസ്സ് കിട്ടുമോ നോക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് എസ് ഭാരതിലേക്ക് വന്നു, നമ്മുടെ സ്വന്തം. അപ്പം എസ് ഭാരതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് അവിടെ ഇല്ല. അപ്പം അവിടുത്തെ നമ്മുടെ ഫാത്തിമ, ഈ കുട്ടിയുടെ പേര് ഫാത്തിമ എന്നാണ്, സെയിൽസ് ഗേളാണ്. ഞങ്ങൾ അവിടെ ചെന്ന് പരിചയപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിലെ സമയത്താണ് നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറി. അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം എല്ലാ കസ്റ്റമേഴ്സിനോട് നല്ല സെപ്പറേറ്റ് നമുക്ക് ഷർട്ടും ഓവർകോട്ടും പാൻറ്റും സെപ്പറേറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോറ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കിയതിന് ശേഷം നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വരുന്നത് നമ്മുടെ ആണെങ്കിൽ കേക്ക് വേൾഡിലേക്കാണ്. നമ്മൾ ഡ്രസ്സ് എടുത്തു കേട്ടോ, ഗബ്രൂട്ടിനുള്ള ഡ്രസ്സ് എടുത്തു. ഒരു പാർട്ടി വെയർ ഡ്രസ്സ് തന്നെ എടുത്തു. ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിലും ഏകദേശം എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് തന്നെ ഞാൻ എടുത്തു. ഇത്രയും കടയിൽ കയറി ഇറങ്ങിയതിന് ശേഷം നമുക്ക് എസ് ഭാരതിയിൽ നിന്നാണ് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നമുക്ക് കാണുന്നത്. നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കാണുന്നത് എസ് ഭാരതിലാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തതിന് ശേഷം നേരെ കയറിയത് കേക്ക് വേൾഡിലാണ്. കേക്ക് വേൾഡിൽ ഡോറയ്ക്ക് ഭയങ്കരമായിട്ട് വയറ് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതാണ്. പിന്നെ എന്തെങ്കിലും കുടിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ഷാർജയും ഒരു ചിക്കൻ കട്ട്ലേറ്റും മേടിച്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.